കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, സ്ഥാനാർത്ഥികളോടൊപ്പം പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. നമ്മളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീമതി ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും നിർത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ടീച്ചർ നടത്തിയ പ്രവർത്തനം നോക്കി. എല്ലാവരിലും മതിപ്പാണല്ലോ. മതിപ്പില്ലാത്ത കോൺഗ്രസ് കുടുംബമുണ്ടോ? ശ്രീമതി ടീച്ചറുടെ ഒരു പാർലമെന്റ് അംഗമെന്ന നിലക്കുള്ള പ്രവർത്തനത്തിൽ മതിപ്പില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തെ നമുക്ക് ഈ പാർലമെന്ററി നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിൽ കാണാൻ കഴിയുമോ? ഒരു കുടുംബത്തെ കാണാൻ കഴിയും, ഒരു കുടുംബത്തെ, അതുറപ്പാണ്. AP അബ്ദുള്ളക്കുട്ടി ex-MP കുടുംബത്തെ. എന്തൊക്കെയാണെങ്കിലും ടീച്ചർ MP ഓഫീസ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവച്ചത് ആ കുടുംബത്തിന് സഹിക്കില്ലല്ലോ. ഒരാവശ്യത്തിന് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പലതരത്തിലുള്ള സഖ്യനീക്കങ്ങൾ പരസ്യമായല്ല. UDFന്റെ ഗതികേട് നോക്കണം. RSSുമായി സഖ്യനീക്കം, SDPI സഖ്യനീക്കം. അപ്പോൾ ഞങ്ങൾ മതനിരപേക്ഷമല്ലേ എന്ന് വേണമെങ്കിൽ അപ്പോൾ അവകാശപ്പെടാം. കാരണം RSSനോടും SDPIയോടും പ്രത്യേക വിരോധം കാണിക്കുന്നില്ല. രണ്ടു കൂട്ടരോടും തുല്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ മതനിരപേക്ഷത? മതനിരപേക്ഷത വർഗീയതയെ വിട്ടുവീഴ്ച കൂടാതെ എതിർക്കലാണ്. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കലല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും UDFും സ്വീകരിക്കുന്നത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തുരുപ്പ്. ഇതിറക്കിയാണ് ഇനി കളി. SDPIയുമായി മുന്നണി ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗും SDPIയുമായുള്ള ബന്ധം BJPയും RSSും തമ്മിലുള്ള ബന്ധം പോലെയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ തരത്തിൽ ഒരു കൂട്ടുകെട്ടിലേക്ക് മുസ്ലിം ലീഗും SDPയും തമ്മിൽ എത്തിയതിനെക്കുറിച്ച് അത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരൊറ്റ തുരുപ്പ് വെച്ചാണ് കളിയെങ്കിലും ആകെ മൊത്തം കളിക്കൊരു ഹരമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ നമ്മുടെ കോഴിക്കോട് നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. മറ്റേ ഹോട്ടൽ ആരാമിൽ. അവിടെ കയറിയപ്പോൾ അവിടെ SDPക്കാരുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹലോ പറയില്ലേ, ഒരു മാന്യതയല്ലേ. പൊന്നാനിയിലെ ET മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന് ഒരു 5 മണിയായപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. മനുഷ്യ സഹജ, വൈകുന്നേരം ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പൊ മൂപ്പര് ഡ്രൈവറോട് ചോദിച്ചു, എവിടെയാ നമുക്ക് നല്ല ചായ കിട്ടുക? ഡ്രൈവർ പറഞ്ഞു, നമുക്ക് കൊണ്ടോട്ടിയിൽ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോവാ. തെറ്റൊന്നുമില്ല, പൊന്നാനിയിൽ നിന്ന് കൊണ്ടോട്ടിയിൽ ഒരു ചായ കുടിക്കാൻ. മലപ്പുറത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മൂപ്പർക്ക് അതേ സമയത്ത് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. മൂപ്പരൻ ഡ്രൈവറോട് ചോദിച്ചു, എവിടെയാ നമുക്ക് നല്ല ചായ കിട്ടുക? കൊണ്ടോട്ടിയിൽ നല്ലൊരു ഹോട്ടലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാ. SDPI ചെയർമാന് ചായ കുടിക്കണം തോന്നി ഇപ്പൊ തന്നെ, ആ സമയത്ത് തന്നെ. അദ്ദേഹവും ഡ്രൈവറോട് ചോദിച്ചു, എവിടുന്നാ നമുക്കൊരു നല്ല ചായ കിട്ടുക? കൊണ്ടോട്ടിയിൽ നല്ലൊരു ഹോട്ടലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാ. പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാനും തോന്നി ഒരു ചായ കുടിക്കണം. 4 ആൾക്കും കൊണ്ടോട്ടിയിൽ നിന്ന് ചായ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാ. ഈ കേരളത്തിലെ ജനങ്ങൾ പമ്പര വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതിയോ? ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്.
ഞാൻ ചോദിക്കട്ടെ, രഹസ്യ ചർച്ച നടക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ്. 10 പേരിങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പം ഇവിടെ വെച്ചിട്ട് ഒരു രഹസ്യ ചർച്ച നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയിപ്പം ഇതാരെങ്കിലും വിശ്വസിച്ചു എന്ന് തന്നെ വെക്കുക. ഇതിലും വലിയൊരു വിശദീകരണമുണ്ട്. ഇവരെ യാദൃച്ഛികമായി കണ്ടു. എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശത്തുള്ള പല TV-യിലും അതുപോലെ ഗസ്റ്റ് ഹൗസിലും ഞാൻ കയറാറുണ്ട് മൂത്രമൊഴിക്കാൻ. അപ്പൊ മൂത്രമൊഴിക്കുന്ന റൂട്ടിൽ ഞാൻ ആരെയും കാണാറില്ല, വരാന്തിയിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിന് മൂത്രമൊഴിക്കാൻ കയറിയതാണോ അതല്ല മറ്റു വല്ലതും കയറിയതാണോ എന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറയട്ടെ. ഇനിയിപ്പോ SDPIക്കാരുമായി ചർച്ചയ്ക്ക് വേണ്ടിയാണ് അങ്ങോട്ട് കയറിയത് എന്ന് തന്നെ വെക്കുക. അത് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയല്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെ ജയിക്കാൻ SDPIന്റെ വല്ല സേവയും ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുന്നു. ഇത് അവരിവിടെ വലിയൊരു പാർട്ടിയാണ്, അവരോട് ചർച്ചയ്ക്ക് വരുന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള കള്ളപ്രചരണമാണ്. അതിനകത്ത് ആരും കുടുങ്ങിപ്പോകരുത്. അതൊന്നും കോൺഗ്രസിന്റെ വോട്ട് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ആ ശ്രമങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറത്ത് ജയിക്കാൻ SDPIയുടെ സേവ വേണ്ട എന്നേ ആര്യാടൻജി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പൊന്നാനിയിൽ വേണമോ വേണ്ടയോ എന്ന് പറയുന്നില്ല. ചർച്ച സാധാരണ നടക്കാറുണ്ട്. അതിപ്പോൾ പരസ്യമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലീഗ് അവകാശപ്പെടുന്നത് അവർ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു കക്ഷിയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ആദ്യം കാനൻ രാജേന്ദ്രൻ ഒരു കാര്യം ചെയ്യും. ഇവിടുത്തെ കരുനാഗപ്പള്ളി MLA ഉണ്ടല്ലോ, R. രാമേന്ദ്രൻ, അയാളോട് ആദ്യം രാജിവെക്കാൻ പറയും. SDPIയുടെ വോട്ട് വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയത്. നമ്മുടെ മഹേഷിനെതിരായിട്ട് അത് മഹേഷിനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 10 തവണ സംഘി എന്ന് വിളിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി SDPIക്കാരൻ്റെ വോട്ട് വാങ്ങി ജയിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മൾ ഉപദേശിക്കാൻ വരിക SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആദ്യം രാമേന്ദ്രനെ രാജിവെപ്പിക്കുക, പിന്നെ നമുക്ക് ആലോചിക്കാം കാര്യം. ഈ കളി അങ്ങ് ചൂടി പിടിച്ചാൽ ഇങ്ങനെ എന്തൊക്കെ കള്ളക്കളി പുറത്തു വരാനുണ്ട് എന്ന് ആരറിഞ്ഞു?